തുടർച്ചയായ ദിവസങ്ങളിൽ സ്വർണ്ണവിലയും വെള്ളിവിലയും ഉയരുന്നത് ആഘോഷവേളയിൽ വിപണിയിൽ വലിയ ചലനമുണ്ടാക്കുന്നുണ്ട്. 1 ഗ്രാം വെള്ളിക്ക് 230 രൂപയാണ് ഇന്നത്തെ നിരക്ക്. പൊന്നും വിലയിലേക്ക് വെള്ളിവില കുതിക്കുന്നു. ആശങ്കയോടെയാണ് ആഭരണ പ്രേമികൾ ഈ വാർത്ത എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. കാരണം സ്വർണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ലോഹം കൂടിയാണ് വെള്ളി. വിപണികളെയും ഉപഭോക്താക്കളെയും അമ്പരപ്പിച്ചാണ് വെള്ളിയുടെ തേരോട്ടം. വില 2 ലക്ഷത്തിന് മുകളിലേക്ക് എത്തുമെന്നും വിദഗ്ധർ പറയുന്നു. അതും അധികം വൈകാതെ തന്നെ എത്തും. സ്വർണം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന മറ്റൊരു ലോഹം കൂടിയാണ് ഇന്ന് വെള്ളി. പ്രത്യേകിച്ച് സ്വർണത്തിന് വില ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചുയരുമ്പോൾ എല്ലാവരും വെള്ളി വാങ്ങും. നമുക്കറിയാം, 2025 എന്ന് പറയുന്നത് സ്വർണ്ണവിലയിൽ അപ്രതീക്ഷിത കുതിപ്പുകൾ കാഴ്ചവെച്ച വർഷം കൂടിയാണ്. പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച സ്വർണത്തിന് നിലവിൽ പവന് 1 ലക്ഷത്തിന് മുകളിലാണ്. ട്രംപ് ഭരണകാലത്തെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ നിക്ഷേപകരും സെൻട്രൽ ബാങ്കുകളും സ്വർണത്തിലേക്ക് ഒഴുകിയതോടെ വിലയിൽ ഏകദേശം 65% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ആഭരണത്തിന്റെ ഡിമാൻഡിലും വൻ വർധനവാണുണ്ടായത്. സാധാരണക്കാരായ നിക്ഷേപകരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത്. എങ്കിലും നിക്ഷേപകരുടെ കാര്യത്തിൽ എല്ലാ അർത്ഥത്തിലും സ്വർണത്തിന് മികച്ച വർഷം കൂടിയായിരുന്നു ഇത്. ഇക്കാലയളവിൽ ഓരോന്നിലും ഏകദേശം 30% വീതം വർധനവ് രേഖപ്പെടുത്തി. എന്നാൽ പിന്നീട് സ്വർണത്തെ ഏറെ പിന്നിലാക്കി വെള്ളി വളരെ വേഗത്തിൽ കുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 2,14,583 രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തിയിട്ടുണ്ട് വെള്ളിയിൽ. സ്വർണത്തെപ്പോലെ 2025 വർഷം വെള്ളിയെ സംബന്ധിച്ചേറെ മികച്ചത് തന്നെയാണ്. 2025 അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ വെള്ളിവില 2,25,000 നീങ്ങുമോ എന്നാണ് നിക്ഷേപകരുടെയും വിദഗ്ധരുടെയും ശ്രദ്ധ. എന്തുകൊണ്ടാണ് വെള്ളിവില ഉയരുന്നതെന്ന് ചോദിച്ചാൽ കേവലം ആഭരണം, നിക്ഷേപം എന്നിവയ്ക്കപ്പുറം വെള്ളിക്ക് വലിയ ആവശ്യകതയുണ്ട് എന്ന് തന്നെയാണ് കാരണം. സ്വർണ്ണവിലയുടെ കുതിപ്പ് വെള്ളിയുടെ ആഭരണ ഡിമാൻഡ് ഉയർത്തിയിട്ടുണ്ട്. വില കുതിച്ചതോടെ നിക്ഷേപ ഡിമാൻഡും കൂടി. അതായത് നിരന്തരമായ വിതരണക്ഷാമം, സോളാർ, ഇലക്ട്രിക് വാഹനങ്ങളുടെ മേഖലയിലേക്ക് കുതിക്കുന്ന ആവശ്യകത, റെക്കോർഡ് ഭേദിക്കുന്ന വിദേശവില, ഇന്ത്യൻ ഇറക്കുമതിയിലെ കുതിച്ചുചാട്ടം എന്നിവ വെള്ളിവിലയെ സ്വാധീനിക്കുന്നുണ്ട്. അസ്ഥിരമായ ഭൗമരാഷ്ട്രീയ പശ്ചാത്തലം, US പണപ്പെരുത്തിലെ കുറവ്, വരാനിരിക്കുന്ന നിരക്ക് കുറയ്ക്കലുകൾ എന്നിവ വെള്ളിവിലയെ പോസിറ്റീവായി സ്വാധീനിക്കുന്ന മറ്റു കാരണങ്ങളാണ്. നിലവിൽ പ്രാദേശിക വിപണികളിൽ വെള്ളിവില വളരെ നിർണായകമായ ഒരു ലെവലിലാണ്. വില 2,15,000 മുതൽ 2,20,000 രൂപ വരെ പരിധിക്ക് മുകളിലേക്ക് നീങ്ങുന്നത് ഒരു പോസിറ്റീവ് ബ്രേക്ക്ഔട്ടായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇത് പുതിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള ഊർജ്ജമായേക്കാമെന്നും വിലയിരുത്തപ്പെടുന്നു. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.